ഹായ് ഓൾ. ഇന്ന് നമുക്ക് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ, നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മുറി ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സ്നോ ഫ്ലേക്സ് യൂസ് ചെയ്യാം. ഇതിനാണെങ്കിൽ ഉണ്ടാക്കാൻ അധികം പണിയില്ല, ചിലവുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാ വൈറ്റ് പേപ്പർ, നോട്ട്ബുക്കിൽ നിന്നുള്ള വൈറ്റ് പേപ്പർ എടുത്താൽ മാത്രം മതി നമുക്ക് നല്ല സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത്, നമ്മൾ നോട്ട്ബുക്കിലെ പേപ്പറാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു സിസറും പിന്നെ പശയുമാണ്, ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 ഐറ്റം ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെയുള്ള സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വലിയ സ്നോ ഫ്ലേക്സ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ചുള്ള സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാം. പേപ്പറിൻ്റെ സൈസ് അതനുസരിച്ച് കുറച്ചാൽ മതി. ഇപ്പോൾ വലിയ സ്നോ ഫ്ലേക്സ് വേണമെങ്കിൽ വലിയ സ്ക്വയർ പീസ് വേണം. ഇപ്പോൾ ചെറിയ സ്നോ ഫ്ലേക്സ് ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്ക്വയർ പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് ട്രയാങ്കിൾ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ അറ്റവും ഒരുപോലെയാണോ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്നും കൂടെ നമ്മൾ ട്രയാങ്കിളാക്കി മടക്കുന്നുണ്ട്. എല്ലാ കോർണേഴ്സൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു പാർട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മറ്റേ ഭാഗം അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ ട്രയാങ്കിളാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ചെറിയ ട്രയാങ്കിളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഏത് സൈഡാണെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ മടക്കിയ 2 പോർഷനായിട്ട് നിൽക്കുന്ന ഈ സൈഡ് വേണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ വരും, ഏത് സൈഡിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൈഡായിട്ട് മടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാ ഈ കാണുന്ന പോലെ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ ഒരു ആർക്ക് ഷേപ്പിൽ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ ടിപ്പെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. ഇപ്പോൾ വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ എതളുകൾ പോലെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വെട്ടിക്കഴിഞ്ഞ ശേഷം. ഇനി നമ്മൾ അതിൻ്റെ മുകൾ വശം എന്നുവെച്ചാൽ എതളുകൾ പോലെ മുകളിൽ ഇരിക്കുന്ന ആ വശത്തു നിന്നാണ് നമ്മളിനി വെട്ടാനായിട്ട് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ പകുതി വരെ ആർക്ക് ഷേപ്പിൽ വെട്ടിക്കൊടുക്കാനായിട്ട് പോവുകയാണേ. മുകൾ വശത്ത്, താഴത്തെ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലല്ല, മുകൾ വശത്ത് എതിരുകൾ പോലെ ഇരിക്കുന്ന വശത്തു നിന്നാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത്. നമ്മൾ ആർക്ക് ഷേപ്പിൽ അങ്ങനെ 2 വട്ടം അങ്ങനെ വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. നമ്മുടെ വർക്കെല്ലാം, വെട്ടുന്ന പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്കിത് തുറന്നെടുക്കാം. നോക്ക്, ഇപ്പോൾ നമുക്കിത് ഒരു പൂ പോലെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ഫെവിക്കോൾ എടുത്തിട്ട് ഫസ്റ്റ് വെട്ടിയ ആ ഫോൾഡിൻ്റെ അവിടെ നമ്മൾ എല്ലായിടത്തും ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മടക്കി നമ്മൾ നടുക്കോട്ട് ഇനി ഒട്ടിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അത് വെട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്കത് നടുക്കോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫെവിക്കോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പിടിച്ചു കൊടുക്കണം. ഒട്ടി വരുന്നിടം വരെ ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കോളും. പേപ്പറല്ലേ, പെട്ടെന്ന് ആയിക്കോളും. ഒരു സൈഡ് ഒട്ടിച്ച ശേഷം നമുക്ക് അപ്പർ സൈഡ് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് സെക്കൻഡ് ആയിട്ടുള്ള ലെയറിൽ നമ്മൾ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനി നമ്മൾ പുറകിലോട്ട് ഒട്ടിക്കുകയാണ്. വളരെ ക്ഷമയോടെ സൂക്ഷിച്ച് ചെയ്യണം. പേപ്പറൊന്നും കീറിപ്പോകാതെ നമ്മൾ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ സ്നോ ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രീയിൽ തൂക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ ഇത് വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിനകത്തൂടെ ഇത് കെട്ടിവെച്ച് നമുക്ക് ട്രീയിലിട്ടത് അലങ്കരിക്കാം. നോക്കൂ, എന്ത് ഭംഗിയാണിതിന്.
നമുക്ക് ട്രീയിലൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ പച്ച ട്രീയിൽ ഈ വെള്ള ഈ സ്നോ ഫ്ലേക്സ് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നോക്കൂ, ഞാൻ ട്രീയിൽ ഇതിട്ടിട്ടുണ്ട്. നിങ്ങൾക്കും നമ്മുടെ സാധാ നോട്ട്ബുക്കിൽ നിന്ന് പേപ്പർ എടുത്ത് ഇതുപോലെ നമുക്ക് ട്രീ നിറച്ച് അലങ്കരിക്കാം. അങ്ങനെ നമുക്ക് ക്രിസ്മസ് ഒക്കെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.